നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തണുത്ത കാലാവസ്ഥയിൽ നല്ല ചൂടുള്ള പിടിയും കോഴിയും കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? വയനാട്ടിൽ ഏറ്റവും രുചികരമായിട്ട് പിടിയും കോഴിയും കിട്ടുന്ന സുൽത്താൻ ബത്തേരിയിലെ സജിയേട്ടൻ്റെ അടുക്കളയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോകാം. അപ്പോൾ സജിയേട്ടൻ്റെ അടുക്കള അവിടെയാണ്. അവിടെ തിരക്കിട്ട പണികളിലാണ് അവർ. നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. ഹായ് സജിയേട്ടാ. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ എവിടേക്കുള്ള ഒരു ഓർഡറിൻ്റെ തിരക്കിലാണ്. അതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് പിടി ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. ഇതിപ്പം ഫസ്റ്റ് ഇത് നമ്മൾ അരി കുതിർത്തി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ട് തേങ്ങയുടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് വറുത്ത് വെക്കും. വറുത്തിട്ട് നമ്മൾ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ് ഇത് ചെയ്യാറ്. അപ്പോൾ വറുത്തിട്ട് പിന്നീട് നമ്മൾ അത് വെള്ളം ഇതിന്റെ ഒരു കുഴച്ച് സാധാരണ രീതിയിൽ ഇതേപോലെ ചെറിയ ഉണ്ടാക്കും. അങ്ങനെയാണ് പിടി എന്ന് പറയുമ്പോൾ ഈ ഉരുട്ടലാണല്ലേ മെയിൻ. ഓക്കെ. അപ്പോൾ ഇതിന് ഒരേ അളവിലൊക്കെ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിനൊരു കുഴമ്പ് രൂപത്തിലായിരിക്കില്ല നമുക്ക് വേവിച്ച് വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ കറിയാണ് ഇതിൻ്റെ സ്പെഷ്യല്. ഇത് കുറേ നാളായോ ഇവിടെ തുടങ്ങിയിട്ട്? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വർഷമായി. ഇതിന് മുമ്പും ഇത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു. കൊറോണ സമയത്തൊന്ന് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ചേട്ടനും ഫാമിലി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തത്. അതെ അല്ലേ? ഓക്കെ. ചേട്ടനും കുടുംബവും തന്നെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. സഹായിക്കാൻ ഉണ്ട്. എല്ലാത്തിനും കൂടും. അതെ അതെ അതെ. ശരിക്കും വീട്ടിലെ തനി നാടൻ പിടിയും കോഴിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് മെയിൻ. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? നമുക്ക് ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ വീട്ടിൽ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ഇപ്പം ഈ പിടിയും കോഴി എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ. സജിയേട്ടൻ്റെ പിടിയും കോഴി എന്ന് പറഞ്ഞാൽ അത് തനതായ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് വീട്ടിലെ ആൾക്കാർ തന്നെ ഇതിനോട് സഹകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സഹകരിച്ച് നിൽക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഇത് സജിയേട്ടൻ്റെ ഭാര്യയാണ്. പേര് ചേച്ചി? ജിഷ എന്നാണ് പേര്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഇങ്ങനെ തുടങ്ങുമ്പോൾ വിജയിക്കും എന്ന് വിചാരിച്ച് തന്നെ തുടങ്ങിയതാണ്. ചേട്ടനാണോ ഇത് തുടങ്ങാന്ന് വിചാരിച്ചത്? അതെ അല്ലേ? ചേച്ചി ഇപ്പൊ സഹകരിച്ച് നിൽക്കുകയാണ്. സ്കൂളില് പിള്ളേരാണ് അല്ലേ രണ്ടുപേര്? കൂടുതലുണ്ടോ? ഇഷ്ടാണോ? ഓക്കെ. പിന്നെ അപ്പം ഈ വൈകുന്നേരങ്ങളിലാണ് അങ്ങനെയൊന്നുമില്ല അല്ല? രാവിലെയോ സമയങ്ങളിൽ ഓർഡറിനനുസരിച്ച് എപ്പോൾ പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കും. മോളുടെ പേര്? ജാനറ്റ്. ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോഴേ മോളാണ് സ്പീഡിൽ ഇത് ഉരുട്ടണത്. ഇത് ഉരുട്ടണ ഒരേ ഷേപ്പിലൊക്കെ ഇങ്ങനെ ഉരുട്ടണ്ടേ? അപ്പോൾ ഇത് എങ്ങനെയാ, ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ അതോ ഇവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണോ? അല്ല, ഇഷ്ടമാണ്. അപ്പം ഇത് ഉരുട്ടുമ്പോൾ ഒരേ അളവിലൊക്കെ വരുമോ? അളവിൽ കിട്ടും. ഇഷ്ടമാണ്, ഇഷ്ടത്തോടെ ചെയ്യാണ് അല്ലേ? അപ്പനെയൊക്കെ സഹായിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുക്കളേൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വിറകടുപ്പ് അവർ തീർത്തിട്ടുണ്ട്. ഇതിൽ വെച്ചാണ് ഇപ്പോൾ പിടി പാകം ചെയ്യാൻ പോകുന്നത്. അപ്പം പിടിക്കായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചതിന് ശേഷം ആ ഉണ്ടകൾ ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ ബഹ്റൈനിലായിരുന്നു ഉണ്ടായിരുന്ന. ഒരു 25 വർഷത്തോളം അവിടെയായിരുന്നു.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വേറെ എന്ത് ബിസിനസ് തുടങ്ങാമെന്നൊക്കെ നോക്കുമ്പോഴാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾക്ക് അംശയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പ്രത്യേകിച്ചുള്ളൊരു ഐറ്റമാണ് ചീട എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, ഒരു ബേക്കറി ആണ്. അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ അച്ചപ്പവും കൊള്ളപ്പവും പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെയാണ് നമുക്ക് ചെറിയൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പിടി എന്ന് പറയുന്നൊരു സംഗതി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് പല ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, കാറ്ററിംഗ് സർവീസുകാർക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഈ വീടുകളിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്, റിസോർട്ടുകളിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതല്ലാതെ നമ്മൾ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി തൊണ്ട് പൊളിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും. 50-100 കിലോകളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അത് നമ്മൾ മെഷീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു ഇനിയും കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പ്രത്യേകിച്ച് വയനാട്ടിൽ ടൂറിസം സംബന്ധമായിട്ടാണ് ഇപ്പോൾ ശരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തട്ടുകടകളിലൊക്കെ ഈ സാധനം എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മുടെ പിടിയൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ വൈഫുണ്ട്, പിന്നെ പിള്ളേരാണെങ്കിലും സഹകരിക്കും. പിന്നെ ഞങ്ങളുടെ കൂടെ വർക്കേഴ്സ് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ എന്താണോ കഴിക്കുന്നത് അതേ സാധനം അതേ ക്വാളിറ്റിയിൽ തന്നെ പുറത്തേക്ക് കൊടുക്കുന്നു. അതാണ് നമ്മൾക്കിതിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ വിറകിൽ തന്നെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെ നിലനിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ സാധനവും കൊടുക്കുന്നത്. ഏത് സാധനമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പിടി റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് നല്ലൊരു കോഴിക്കറിയും കൂടി കൂട്ടി അങ്ങ് ഒരു പിടി പിടിച്ചാലോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.